ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിവീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ സേദേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നലത്തെ പോലെ തന്നെ ഇവിടെ ഇതില്ല, കറണ്ടില്ല. നമ്മുടെ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മഴക്കാലമായതുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിരിക്കാം. സോളാർ ഇൻവെർട്ടറാണ്. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. എങ്കിലും ഇടയ്ക്ക് കറണ്ട് വരാം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആരംഭിക്കാം. നാരായണ. ഇപ്പോൾ സ്യമന്തകോപാഖ്യാനം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 അധ്യായങ്ങളിലാണ് സ്യമന്തകോപാഖ്യാനം. അതിൽ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. ഭഗവാന്റെ 2 വിവാഹങ്ങൾ ആ കൂട്ടത്തിൽ നടന്നു. ജാമ്പവതിയും സത്യഭാമയും. അപ്പോൾ അതിനെ തുടർന്ന് ആ സ്യമന്തകമണി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഭഗവാൻ സത്രാജിത്തിനോട് നേരത്തെ തന്നെ ആ സമന്തകമണി രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ്. രാജാവിൻ്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ യാതൊരു ദോഷവും ആർക്കും ഉണ്ടാവാതെ എല്ലാവർക്കും, രാജ്യത്തിന് മുഴുവൻ പ്രയോജനം ഉണ്ടാവുമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അർത്ഥകാമുകനായതുകൊണ്ട്, സ്വാർത്ഥനായതുകൊണ്ട്, മറ്റാർക്കും അതിൻ്റെ ഫലം പങ്കുവെക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല. അതിൻ്റെ ഫലമായിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു, ആ കുതിര മരിച്ചു, ഒരു സിംഹം മരിച്ചു, ജാമ്പവാന് കുറേ ഇടികിട്ടി, ഭഗവാന് കുറേ ചീത്തപ്പേരുണ്ടായി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയും ഈ അധ്യായത്തിൽ, വരാൻ പോകുന്ന അധ്യായത്തിൽ എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത്? സത്രാജിത്തിൻ്റെ മരണം, ശതധന്വാവിൻ്റെ മരണം, തുടർന്ന് അക്രൂരന് നാടുവിടേണ്ടി വരുന്നു. ബലരാമസ്വാമി ഭഗവാനോട് ദേഷ്യപ്പെട്ട് മിഥിലാപുരിയിൽ പോയി താമസിക്കുന്നു. ദ്വാരകാപുരിയിൽ മഴയും മറ്റൊന്നും ഇല്ലാതെ ഉള്ളതായിട്ടൊരവസ്ഥ വരുന്നു. ഇങ്ങനെ ഒരുപാട് ക്ലേശങ്ങൾ പരമ്പരയാ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്, ഭഗവാന്റെ ലീലയാണിതെല്ലാം. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ നൽകിയതാണ് എന്നുള്ള ഓർമ്മ വേണം നമുക്ക്. അത് ഭഗവാന് സമർപ്പിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരാണ്. ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്തിനോട് നേരിട്ട് ചോദിച്ചു. തനിക്ക് വേണ്ടിയിട്ടല്ല, രാജാവിൻ്റെ കസ്റ്റഡിയിലേക്ക്. പക്ഷെ ഭഗവാൻ ചോദിച്ചിട്ടും ഭഗവാനെ അവഗണിച്ച് കൊടുക്കാതിരുന്നു. നമ്മളും ധനം സമ്പാദിക്കുമ്പോൾ അത് ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ള, ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രിവിലേജ്, ഒരു സൗകര്യം മാത്രമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു.
ഭഗവാൻ എന്തെല്ലാം ധർമ്മങ്ങൾ ലോകത്തിന് ഉപദേശിച്ചിട്ടുണ്ടോ ആ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ധനത്തെ വിനിയോഗം ചെയ്യാൻ. അത് ഈശ്വരീയ കാര്യങ്ങൾക്കായിക്കൊണ്ട് വിനിയോഗിക്കണം എന്നുള്ള ബോധം നമ്മൾക്ക് നൽകാൻ കൂടിയാണ് ഈ കഥ ഇത്രയും ഇങ്ങനെയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കും ശ്രദ്ധയുണ്ടാകട്ടെ. നമുക്ക് വായിക്കാം, എന്നിട്ട് കഥയിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്തപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദഗ്ധാൻ ആകർണ്യ പാണ്ഡവാൻ കുന്ദീം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. ഭീഷ്മം കൃപം സവിതുരം ഗാന്ധാരീം ദ്രോണമേവ ച തുല്യദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടം ഇതി ഹോചതുഃ. ലബ്ധ്വൈതദന്തരം രാജൻ സതതന്വാനമൂചതുഃ. അക്രൂരകൃതവർമാണൗ മണി കസ്മാന്ന ഗൃഹ്യത്തെ. യോസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യനഃ. കൃഷ്ണായാദാന്ന സത്രാജിത് കസ്മാത് ഭ്രാതരമന്വിയാത്. ഏവം ഭിന്നമതിസ്ഥാഭ്യാം സത്രാജിതം അസത്തമഃ. ശയാനം അവധീത് ലോഭാത് സ പാപഃ ക്ഷീണജീവിതഃ. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാം അനാഥവത്. ഹത്വാ പശൂൻ സൗനികവത് മണിമാദായ ജഗ്മിവാൻ. സത്യഭാമാ ച പിതരം ഹതം വീക്ഷ്യ ശുചാർപ്പിതാ. വ്യലപത്താദതാദേതി ഹാ ഹതാസ്മീതി മുഹ്യതി. തൈലദ്രോണ്യാം മൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം. കൃഷ്ണായ വിദിതാർത്ഥായ തപ്താദ് ആചക്യൗ പിതൃവദം. തദാകർണ്യേശ്വരൗ രാജൻ അനുസൃത്യ നൃലോകകാം. അഹോ നഃ പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതുഃ. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യഃ സാഗ്രജഃ പുരം. ശതധന്വാനമാരേവേ ഹന്തും ഹർത്തും മണിം തതഃ. സോപി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീതഃ പ്രാണപരീപ്സയാ. സാഹായ്യേ കൃതവർമാണമയാചത സ ചാബ്രവീത്. നാഹം ഈശ്വരയോഃ കുര്യാം ഹേളനം രാമകൃഷ്ണയോഃ. കോനു ക്ഷേമായ കൽപ്പേത തയോർവൃജിനമാചരൻ. കംസഃ സഹാനുഗോപീതോ യദ്വേഷാത്യാജിതശ്രിയാ. ജരാസന്ധഃ സപ്തദശ സംയുഗാൻ വിരതോ ഗതഃ. പ്രത്യാഖ്യാതഃ സ ചാക്രൂരം പാർഷ്ണിഗ്രാഹമയാചത. സോപ്യാഹ കോ വിരുദ്ധ്യേത വിദ്വാൻ ഈശ്വരയോർബലം. യൈദം ലീലയാ വിശ്വം സൃജത്യവതിഹന്തി ച. ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാ ജയാം. യസ്സപ്തഹായന ശൈലമുത്പാട്യേകേന പാണിനാ. ദധാര ലീലയാ ബാലഃ ഉച്ഛിലീന്ദ്രമിവാർഭകഃ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാദ്ഭുതകർമ്മണേ. അനന്തായാദിഭൂതായ കൂടസ്ഥായാത്മനേ നമഃ. പ്രത്യാഖ്യാതഃ സ തേനാപി സതധന്വാ മഹാമണിം. തസ്മിൻ ന്യസ്യാശ്വമാരുഹ്യ ശതയോജനഗം യയൗ. ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനൗ. അന്വയാതാം മഹാവേഗൈഃ അശ്വൈരാജൻ ഗുരുദ്രുഹം. മിഥിലായാമുപവനെ വിസൃജ്യ പതിതം ഹയം. പദ്ഭ്യാം അദാവത് സന്ത്രസ്തഃ കൃഷ്ണോപി അന്വദ്രവദൃഷാ. പദാദേർഭഗവാൻ തസ്യ പദാദിസ്തിഗ്മനേമിനാ. ചക്രേണ ശിര ഉത്കൃത്യ വാസസോ വ്യജനോന്മണിം. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രചാന്ദികം. വൃദാഹതഃ ശതധനുഃ മണിസ്തത്ര ന വിദ്യത്തെ. തത ആഹ ബലോ നൂനം സമണിഃ ശതധന്വനാ കസ്മിംശ്ചിത് പുരുഷേ ന്യസ്തഃ.
തമന്വേഷ പുരം വ്രജ. അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേശയതു നന്ദനഃ. തം ദൃഷ്ട്വാ സഹസോത്ഥായ മൈഥിലഃ പ്രീതമാനസഃ അർഹയാമാസ വിധിവത് അർഹണീയം സമർഹണൈഃ. ഉവാസ തസ്യാം കതിചിത് മിഥിലായാം സമാവിഭുഃ മാനിതപ്രീതിയുക്തേന ജനകേന മഹാത്മനാ. തതോ ശിക്ഷദ്ഗതാം കാലേ ധാർത്തരാഷ്ട്രസുയോധനഃ കേശവോ ദ്വാരകാമേത്യ നിധനം ശതധന്വനഃ. അപ്രാപ്തിം ച മണേഃ പ്രാഹ പ്രിയായാഃ പ്രിയകൃദ്വിഭുഃ. തതഃ സ കാരയാമാസ ക്രിയാബന്ധോർഹതസ്യ വൈ. സാകം സുഹൃദ്ഭിർഭഗവാൻ യായാസ്യു സാംപരായികാഃ. അക്രൂരകൃതവർമാ ച ശ്രുത്വാ ശതധനോർവദം വ്യൂഷതുർഭയവിത്രസ്തൗ ദ്വാരകായാ പ്രയോജകൗ. അക്രൂരേ പ്രോഷിതേ അരിഷ്ടാനി ആസൻ വൈ ദ്വാരകൗകസാം. ശരീരാ മാനസാസ്താപാ മുഹുർദൈവിക ഭൗതികാഃ. ഇത്യംഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേ കിം ഗഡേദാരിഷ്ടദർശനം. ദേവേ വർഷതി കാശീശഃ സ്വഭൽക്കായാഗതായ വൈ സ്വസുതാം ഗാന്ധിനീം പ്രാദാത്. തതോ വർഷസ്മ കാശിഷു തൽസുതസ്തത്പ്രഭവോസൗ അക്രൂരോ യത്ര യത്ര. ദേവോപി വർഷത്തെ തത്ര നോപതാപാ നമാരികാഃ. ഇതി വൃദ്ധവച ശ്രുത്വാ നൈതാവതിഹ കാരണം ഇതി മത്വാ സമാനായ്യ പ്രാഹാക്രൂരം ജനാർദ്ദനഃ. പൂജയിത്വാ അഭിഭാഷ്യൈനം കഥയിത്വാ പ്രിയാ കഥാഃ. വിജ്ഞാതാഖില ചിത്തജ്ഞഃ സ്മയമാന ഉവാചഃ. നനു ദാനപതേ ന്യസ്തഃ ത്വയ്യാസ്തേ സതതന്വനാ. സ്യമന്തകോ മണി ശ്രീമാൻ വിദിതഃ പൂർവമേവ നഃ. സത്രാജിതോ അനപത്യത്വാത് ഗൃഹീയുർദുഹിദുഃ സുതാഃ. ദായം വിനീയാപഃ പിണ്ഡാൻ വിമുച്യ ഋണം ച ശേഷിതം. തദാപി ദുർധരസ്ത്വന്യൈഃ ത്വയ്യാസ്താം സുവ്രതേ മണിഃ. കിന്തു മാമഗ്രജഃ സമ്യക് ന പ്രത്യേതി മണിം പ്രതി. ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ. അവ്യുച്ഛിന്നാമഘാസ്തേദ്യ വർത്തന്തേ രുഗ്മവേദയഃ. ഏവം സാമപിരാലബ്ധഃ സ്വഭൽക്കതനയോ മണിം ആദായ വാസസാച്ഛന്നം ദദൗ സൂര്യസമപ്രഭം. സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജ ആത്മനഃ. വിമൃജ്യ മണിനാ ഭൂയഃ തസ്മൈ പ്രത്യർപ്പയത് പ്രഭുഃ. യസ്ത്വേതദ്ഭഗവതൈശ്വരസ്യ വിഷ്ണോഃ വീര്യാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമപോഹ്യയാതി ശാന്തിം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ സപ്തപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭഗവാൻ ജാംബവാനിൽ നിന്ന് സ്യമന്തകമണിയും ജാംബവാന്റെ പുത്രിയായ ജാംബവതിയെയും സ്വീകരിച്ചുകൊണ്ട്
തിരിച്ച് ദ്വാരകയിലേക്ക് വന്നതും അതേസമയം ദ്വാരകാവാസികൾ ഭഗവാൻ മരിച്ചുപോയി എന്ന് കരുതി എങ്കിലും പ്രത്യാശയോടെ ഭഗവതിയെ ദുർഗയെ പ്രാർത്ഥിച്ചതും ദുർഗയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തതുമെല്ലാം പറഞ്ഞു. അതിനുശേഷം സഭയിൽ വെച്ച് ഭഗവാൻ സത്രാജിത്തിന് ആ മണിയെ തിരിച്ചു കൊടുത്ത് കഥയെല്ലാം പറഞ്ഞു. വളരെ ലജ്ജിതനായി തൻ്റെ ഗൃഹത്തിലേക്ക് പോയ സത്രാജിത്തിന് ഒട്ടും സ്വസ്ഥതയുണ്ടായില്ല. താനൊരു അപരാധം ചെയ്തിരിക്കുന്നു ഭഗവാനോട്, വലിയ ഒരാളെയാണ് താൻ പിണക്കിയിരിക്കുന്നത്, ശത്രുത ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാ നാട്ടുകാരും തൻ്റെ എതിരാണ്. അപ്പോൾ എങ്ങനെയായാൽ ഭഗവാനെയും സന്തോഷിപ്പിക്കണം, ദേശക്കാരെയും തൻ്റെ വംശത്തിലുള്ള സകലരെയും സന്തോഷിപ്പിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. മറ്റൊരാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തൻ്റെ മകളെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുക്കാനും, കാരണം അവൾ ഭഗവാനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഭഗവാനും ആ ഇച്ഛയുണ്ട്. അതോടൊപ്പം ആ മണിയെയും സമ്മാനമായി ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ച് അപ്രകാരം ചെയ്യുന്നു. ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ച് വിധിപ്രകാരം വിവാഹം ചെയ്യുന്നു. മറ്റേ മണി മാത്രം അദ്ദേഹത്തിനെ തിരിച്ചേൽപ്പിക്കുന്നു. ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഭഗവാനാഹ ന മണിം പ്രതീക്ഷാമോ വയം നൃപ. ഞങ്ങൾ മണി ആഗ്രഹിക്കുന്നില്ല. തവാസ്താം ദേവഭക്തസ്യ. ദേവനെ ഭജിച്ച് നേടിയതല്ലേ അങ്ങ്, അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വയം ച ബലഭാഗിനഃ. ഞങ്ങൾക്കതിൻ്റെ ബലം കിട്ടിക്കോളൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മണിയെ സത്രാജിത്തിന് തന്നെ ഏൽപ്പിച്ചത് വരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ അധ്യായം. അതിനുശേഷം ആ മണിക്കും സത്രാജിത്തിനും എല്ലാം എന്ത് സംഭവിച്ചു, മണി ഏതൊക്കെ വഴിക്ക് പോയി, എത്ര കൈമാറ്റങ്ങൾ നടന്നു, എന്തെല്ലാം സംഭവങ്ങളാണ് തുടർന്നുണ്ടായത്, അത് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത സപ്തപഞ്ചാസപ്തമോധ്യായഃ. ശ്രീശുക ഉവാച. വിജ്ഞാതാർത്ഥോപി ഗോവിന്ദഃ ദഗ്ധാൻ ആകർണ്യ പാണ്ഡവാൻ കുന്തീം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. ശ്രീശുക ഉവാച. വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദഗ്ധാനാകർണ്യ പാണ്ഡവാൻ കുന്തീം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. സുഖബ്രഹ്മർഷി തുടരുന്നു. വിജ്ഞാതാർത്ഥഃ അപി ഗോവിന്ദഃ ദഗ്ധാൻ ആകർണ്യ പാണ്ഡവാൻ കുന്തീം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. ഇവിടെ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പോയ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സന്ദർഭത്തിലാണ് സ്യമന്തകമണിയെ സംബന്ധിച്ച കഥകൾ തുടരുന്നത്. അപ്പോൾ ബന്ധമുണ്ട്. ഭഗവാൻ സ്ഥലത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ദ്വാരകാപുരിയിൽ ഉണ്ടായിരുന്നില്ല, ഭഗവാനും ഉണ്ടായിരുന്നില്ല, ബലരാമസ്വാമിയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി അവര് എന്നാണെങ്കിൽ അവര് കുരൂൻ യയൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. യയൗ കുരൂൻ. കുരൂൻ എന്ന് പറഞ്ഞാല് കുരുദേശത്തേക്ക്. കുരുദേശത്തിന്റെ തലസ്ഥാനമാണ് ഹസ്തിനപുരം. അപ്പൊ കുരുക്കളുടെ അടുത്തേക്ക് എന്നും കൂടി അർത്ഥം. കൗരവന്മാരുടെ അടുത്തേക്ക്, ആ കുരു വംശത്തിന്റെ രാജധാനിയിലേക്ക്. കുരൂൻ യയൗ. ആരോടുകൂടി? സഹരാമോ എന്ന് പറയുന്നത്. രാമനോടുകൂടെ, ബലരാമനോടുകൂടെ. ഗോവിന്ദ. ഭഗവാൻ ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. എന്താ പറയുക, അവരുടെ വ്യവഹാരങ്ങളെയും അറിയുന്നവനാണ്.
ഭഗവാന്റെ അനുമതിയോടുകൂടിയിട്ടാണ് ലോകത്തിലെ സകലരുടെയും വ്യവഹാരങ്ങൾ നടക്കുന്നത്. എല്ലാറ്റിൻ്റെയും നിയന്താവാണ് അന്തര്യാമിയായിരിക്കുന്ന ഗോവിന്ദൻ. അപ്പൊ ആ ഗോവിന്ദൻ എല്ലാം അറിയുന്നവനാണ്. അതാണ് വിജ്ഞാതാർത്ഥോപി ഗോവിന്ദ എന്നാണ് ആരംഭം. വിജ്ഞാത അർത്ഥ, അർത്ഥം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിജ്ഞാതം, നല്ല അറിവുള്ള ആളാണ് ഭഗവാൻ. സർവജ്ഞനാണ്, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, തെറ്റിദ്ധാരണകളൊന്നുമില്ല. എന്നാലും ദഗ്ധാൻ ആകർണ്യ പാണ്ഡവാൻ, പാണ്ഡവാൻ ദഗ്ധാൻ ആകർണ്യ. അപ്പൊ ഹസ്തിനപുരത്ത് പാണ്ഡവന്മാർ ദഹിച്ചുപോയി എന്ന് കേട്ടിട്ട്, ഹസ്തിനപുരത്ത് എന്താ ഒരു പ്രത്യേക സ്ഥലപ്പേരുണ്ട്. അവിടെയാണ് പാണ്ഡവന്മാർക്ക് വേണ്ടി ധൃതരാഷ്ട്ര ഒരു ഗംഭീരമായിട്ടുള്ള ഗൃഹം നിർമ്മിച്ചു കൊടുത്തത്. അരക്കില്ലം എന്ന് നമ്മൾ മലയാളികൾ പറയും അല്ലേ? ലാക്ഷാഗൃഹം എന്ന് സംസ്കൃതത്തിൽ പറയും. ലാക്ഷ എന്ന് പറഞ്ഞാൽ അരക്കാണ്. ഇപ്പൊ ലാക്ഷാഗൃഹം അഥവാ അരക്കില്ലം എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് ഒരു മാളിക കൊട്ടാരം പണിതു കൊടുത്തു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നതൊക്കെ അരക്കാണ്, മെഴുക്, തീ പിടിക്കുന്ന സാധനമാണ് അരക്ക്. പുറം നന്നായിട്ട് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രയുടെ ആ ഒരു പ്രത്യേക താല്പര്യം അത് ദുര്യോധനന്റെ ബുദ്ധിയാണ്. ദുര്യോധനൻ, ശകുനി, കർണൻ മുതലായവരൊക്കെ കൂടി ആലോചിച്ച് അച്ഛനായ ധൃതരാഷ്ട്രയെ കൊണ്ട് ചെയ്യിച്ചതാണ് പാണ്ഡവന്മാരെ നശിപ്പിക്കാനായിക്കൊണ്ട്. അപ്പം അങ്ങനെ വാരണാവതം എന്ന മറ്റാണ് ആ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ അവിടെ അരക്കില്ലം പണിത് 5 പാണ്ഡവന്മാരെയും കുന്തിദേവിയെയും അവിടേക്ക് എന്താ പറയുക സമ്മാനമായി കൊണ്ടുപോയി അവരെ ഗൃഹപ്രവേശം നടത്തി അവിടെ താമസിപ്പിച്ചു. അവരും സന്തോഷമായിട്ട് കഴിയും പോലെ കഴിയുന്നുണ്ട്. പക്ഷെ എന്താ കാര്യമൊക്കെ ആർക്കറിയാം? അവിടുത്തെ പ്രധാനമന്ത്രിയായ വിതുരന് എല്ലാം അറിയാം. അപ്പോൾ വിതുരന് രാജാവായ ധൃതരാഷ്ട്രന്റെ എതിരെ ശക്തമായിട്ട് നേരിടാൻ പറ്റൂല, നിസ്സഹായനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ടാവും സ്വകാര്യമായിട്ട്. പക്ഷെ ഒരു രാജാവിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ലോയലായിരിക്കണം. ഈ രഹസ്യം പുറത്തൊന്നും പറയരുത്. രാജരഹസ്യമാണ്, അരമന രഹസ്യമാണ്. ആ ഒരു ഇതുകൊണ്ട് വിതുരൻ വേറെ ആരെയും അറിയിച്ചില്ല. പക്ഷെ ഇതിനാൽ ബാധിക്കപ്പെടുന്നവരായിട്ടുള്ള പാണ്ഡവന്മാരെയും കുന്തിദേവിയെയും അറിയിച്ചിരുന്നു സ്വകാര്യമായിട്ട്. ഇങ്ങനെയാണ് പരിപാടി, നിങ്ങളെ വധിക്കാനാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന ആ ജോലിക്കാരെ കൊണ്ട് തന്നെ, അതിൻ്റെ കർമാക്കളെ കൊണ്ട് തന്നെ ഒരു അവിടുന്ന് രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള ദ്വാരം രഹസ്യമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിലൂടെ മറ്റൊരു ദേശത്ത് ചെന്ന് എത്തുന്നത് മാതിരിയുള്ളതായിട്ടുള്ള രഹസ്യദ്വാരം നിർമ്മിച്ച് ഇവർ താമസിക്കുന്ന അതേ സമയത്ത് ഒരു 5 ആൺമക്കളോടുകൂടിയ ഒരു ഭിക്ഷക്കാരി അവിടേക്ക് എത്തുകയും ചെയ്തു. അതെല്ലാം വിതുരന്റെ കൈ ഉണ്ടാവാം. 5 ആൺമക്കളും ഒരു ഭിക്ഷക്കാരിയും. അവരെ കൊണ്ട് ലോകത്തിന് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവരെ ആ രാത്രി അവിടെ തങ്ങിപ്പിച്ചു. ഏത് രാത്രിയാണോ ദുര്യോധനൻ ഈ അരക്കില്ലത്തിന് തീ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ രാത്രി. അങ്ങനെ 5 ആൺമക്കളും ആ ഭിക്ഷക്കാരിയും ആണ് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയത്. ഈ സമയത്ത് കുന്തിദേവിയും പാണ്ഡവന്മാരും കൂടി രക്ഷപ്പെട്ടു. അവര് പിന്നീട് പ്രച്ഛന്ന വേഷധാരികളായി ബ്രാഹ്മണ വേഷത്തിൽ മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസിക്കുന്നുണ്ട്. ആ കാലത്താണ് ഭഗവതവും തുടർന്ന് പാഞ്ചാലി സ്വയംവരവും ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവര് രക്ഷപ്പെട്ട സമയത്താണ് ഈ 5 പേര് ഭിക്ഷക്കാരവിടെ ഉണ്ടായിരുന്നു.
ദുര്യോധനന്റെ ആളുകൾ ഇതിന് തീവെച്ചു. ഇതിനെ ഉണ്ടാക്കിയ ആളടക്കം മരിക്കണമെന്ന് ദുര്യോധനന് നിശ്ചയമുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്, തീ വയ്ക്കുന്നതും ഒക്കെ. പക്ഷെ അയാളെയും അതിൽ ദഹിപ്പിച്ച് കളയുന്നുണ്ട്. ഈ നിർമ്മിച്ച ആളും അതിൽ ദഹിപ്പിച്ച് കളയും. രാത്രിയിൽ കിടന്നതായിട്ടുള്ള ഈ 5 ഭിക്ഷക്കാരും അമ്മയും ദഹിച്ചു പോകും. അപ്പൊ എന്താ, ഈ രാവിലെ നേരം പുലരുമ്പോൾ എല്ലാവരും അറിയുന്നത് ഈ ഗൃഹത്തിന് തീ പിടിച്ചു, പാണ്ഡവന്മാർ 5 പേരും മരിച്ചു, കുന്തിദേവിയും മരിച്ചു. കാരണം ഇവരുടെ അസ്ഥികൂടങ്ങളും കത്തിക്കരിഞ്ഞ മൃതദേഹവും ഒക്കെ ഉണ്ടല്ലോ തെളിവിനായിക്കൊണ്ട്. അപ്പൊ അധികം വിചാരണയൊന്നും ചെയ്യാതെ, ആരെയും ഒന്നും അധികം അടുപ്പിക്കാതെ, അല്ലേ, രഹസ്യമായിട്ട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഭരണാധികാരികൾ ചെയ്യും. അപ്പൊ ഇത് മരിച്ചത് പാണ്ഡവന്മാർ തന്നെയാണെന്നും കുന്തിദേവിയാണെന്നും നിശ്ചയിച്ചുകൊണ്ട് സന്തോഷിച്ചു ആര്? ധൃതരാഷ്ട്രനും ദുര്യോധനാദികളും. സങ്കടമുള്ളത് വിതുരന് പിന്നെ കാര്യമറിയാം. മറ്റ് പലർക്കും, കൃപാചാര്യർ, ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് ഇതിൽ വിഷമമുണ്ടാവും. പാണ്ഡവന്മാരെ സ്നേഹിക്കുന്നവരാണ്, പാണ്ഡവന്മാരുടെ നന്മകളൊക്കെ അറിയുന്നവരാണ്. എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് ബന്ധുക്കളായിട്ടുള്ള കുന്തിദേവിയുടെ സഹോദരനല്ലേ വസുദേവൻ, അപ്പോൾ വസുദേവരെ വിവരമറിയിക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ടാവും, അറിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോയത് കൃഷ്ണനും ബലരാമനുമാണ്, വസുദേവരല്ല. കൃഷ്ണനും ബലരാമനും പോകുന്നു. ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ പോയിട്ട് വന്നോളാം, ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തിട്ട് വരാം, എന്തായാലും അവർ മരിക്കേണ്ടത് മരിച്ചു, അവർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതാണ് ഇവിടുത്തെ. പക്ഷെ ഭഗവാന് ഇതെല്ലാം അറിയാം. ഇനി അവിടെ ചെന്നാൽ വിതുരൻ ഭഗവാനോട് പറയാനും വഴിയുണ്ട്. കാരണം വിതുരന് ഭഗവാനോട് അത്രയും ഭക്തിയും വിശ്വാസമുണ്ട്. അതും സംഭവിക്കാം. എന്തായാലും സർവജ്ഞനായിട്ടുള്ള സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന് ഇതെല്ലാം അറിയാം. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, അല്ലെങ്കിൽ ഗോവിന്ദ പാണ്ഡവാൻ ദഗ്ധാൻ ആകർണ്യ, പാണ്ഡവന്മാർ ദഹിക്കപ്പെട്ടവരെന്ന് കേട്ടിട്ട്, അതുപോലെ കുന്തിയെയും ദഹിക്കപ്പെട്ടവൾ എന്ന് കേട്ടിട്ട്, കുല്യകരണം എന്ന് പറഞ്ഞാൽ കുലോചിതമായ കർമ്മങ്ങൾ, കുലങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ മരണാനന്തര കർമ്മങ്ങൾ. ഓരോ സമൂഹത്തിനും അതിൻ്റേതായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. അത് കാലാന്തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം തത്വം ഒന്നാണെങ്കിലും ചടങ്ങുകൾ ഓരോ ദേശത്തും ഓരോ കാലത്തും ഓരോ രീതിയിൽ ഓരോ സംസ്കാരത്തോടുകൂടി ജീവിച്ചതായിട്ടുള്ള ആളുകളെയാണ് കുലങ്ങൾ എന്ന് പറയുന്നത്. ആ കുലങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും. അത് ചെയ്യുമ്പോഴേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റൊരാളുടെ ചടങ്ങുകൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് അവർക്ക് തൃപ്തി ആവില്ല. ഞങ്ങളുടെ പൂർവീകർ ഇങ്ങനെയാ ചെയ്തത്, അതാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് അങ്ങനെയുള്ളവർ പറയും. അപ്പം നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അവർക്ക് എന്ത് തൃപ്തിയാവുന്നുവോ, ഓരോരുത്തർക്കും അവരവരുടെ പിതൃപിതാമഹന്മാർ എന്താണോ ആചരിച്ചു വന്നത് അപ്രകാരം തന്നെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനായിക്കൊണ്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക, അതിനെ വിമർശിക്കാതിരിക്കുക. ഇതാണ് ഓരോരോ കുല്യകരണങ്ങൾ. എല്ലാവരുടെയിലും ദോഷം കാണിക്കാനുണ്ടാവാം, എല്ലാവരുടെയിലും നന്മയും ഉണ്ടാവാം. വെറും ആചാരങ്ങളാണിതെല്ലാം. അതിൻ്റെ പിന്നിലുള്ള തത്വം എല്ലാവർക്കും ഒന്നു തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുല്യകരണേ, ആ കുലോചിതമായ കരണങ്ങൾ അഥവാ ക്രിയകൾ ചെയ്യാനായിക്കൊണ്ട് ഭഗവാൻ സഹരാമഃ കുരൂൻ യയൗ, രാമനോടുകൂടി കൗരവദേശത്തേക്ക് അഥവാ ഹസ്തിനപുരത്തേക്ക് പോയിരുന്നു. ഇപ്പൊ രാമകൃഷ്ണന്മാർ ഇപ്പോൾ ദ്വാരകാപുരിയിൽ ഇല്ല. ഈ സമയത്താണ് ഇവിടെ സംഭവങ്ങൾ വികസിക്കുന്നത്, ഓരോരോ സംഭവങ്ങളുടെ തുടക്കം ആവുന്നത്.
ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരീം ദ്രോണമേവ ച തുല്യദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടം ഇതി ഹോചതുഃ. ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരീം ദ്രോണമേവ ച തുല്യദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടം ഇതി ഹോചതുഃ. അപ്പൊ അവിടെ ചെന്ന് അനുശോചനം രേഖപ്പെടുത്തുക, അല്ലേ? കണ്ടോളൻസ്. അപ്പോൾ എല്ലാം അറിയുമെങ്കിലും ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ദുഃഖിതനായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയാണ്. അതാണ് ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരീം ദ്രോണമേവ ച. അവിടെയുള്ള ഒരുവിധം സജ്ജനങ്ങളാണ് ഭീഷ്മരും കൃപരും വിദുരരും ഗാന്ധാരിയും ദ്രോണനും. അവർക്ക് അവരുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളതിൽ ബെറ്റർ, അല്ലേ? തമ്മിൽ ഭേദം. അങ്ങനെയുള്ള ആളുകളെ തുല്യ ദുഃഖവും. ആരവിടെ തുല്യ ദുഃഖവും? രാമകൃഷ്ണവും. ദിവചനമാണ് തുല്യ ദുഃഖവും. അപ്പൊ രാമകൃഷ്ണവും തുല്യ ദുഃഖവും. അവർക്ക് തുല്യമായ ദുഃഖത്തെ പ്രകടിപ്പിക്കുന്നവരായിക്കൊണ്ട് സംഗമ്യ, അവരെ സംഗമിച്ച് ഹാ കഷ്ടം ഇതി ഊചതു, ഇപ്രകാരം പറഞ്ഞു. ആശ്ചര്യം. എല്ലാം അറിയുന്ന ഭഗവാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു എന്നുള്ളതാണ് അവിടെ. ഹോചതു എന്നുള്ളതിൽ ഹ ഊചതു. ഹ എന്നുള്ളത് ആശ്ചര്യമാണ്. എന്താ അവിടെ ആശ്ചര്യം? ഭഗവാന്റെ ഓരോ നാടകങ്ങളെ എന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാം അറിയുന്ന ഭഗവാൻ ഹാ കഷ്ടം, എന്തൊരു കഷ്ടം ഇത് എന്ന്, പാണ്ഡവന്മാർ നശിച്ചുപോയി എന്ന് ഇവരുടെയൊക്കെ ദുഃഖത്തിൽ ഭഗവാനും നന്നായി അഭിനയിച്ചു. തുല്യ ദുഃഖവും. രാമകൃഷ്ണവും അവിടെ ചെന്ന് സംഗമ്യ ഹാ കഷ്ടം ഇതി ഹോചതു. അപ്പൊ ആ കഥ അവിടെ വിടുന്നു. ഹസ്തിനപുരത്തിലെ കഥ അവിടെ നിൽക്കട്ടെ. നമുക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു വരാം. ലബ്ധ്വൈതദന്തരം രാജൻ ശതധന്വാനമൂചതുഃ അക്രൂരകൃതവർമാണൗ മണിക്കസ്മാന്ന ഗൃഹ്യത്തെ. ലബ്ധ്വൈതദന്തരം രാജൻ ശതധന്വാനമൂചതുഃ അക്രൂരകൃതവർമാണൗ മണിക്കസ്മാന്ന ഗൃഹ്യത്തെ. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഏതദന്തരം ലബ്ധ്വ, ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ. എന്താ ഗ്യാപ്പ്? രാമകൃഷ്ണന്മാർ സ്ഥലത്തില്ലാത്തത് വലിയൊരു ഗ്യാപ്പാണ്. ആർക്ക്? ഇനി ചില എന്താ പറയുക, കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ ചെയ്യാനിരിക്കുന്നവർക്ക്, അല്ലേ? ഭഗവാൻ എവിടെ നിന്ന് അകലുന്നുവോ അവിടെ എല്ലാ കൊള്ളരുതായ്മകളും വന്നു ചേരും. അപ്പോൾ രാമകൃഷ്ണന്മാർ സ്ഥലത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ അന്തരം ലഭിച്ചത്, അവസരം ലഭിച്ചത്. അങ്ങനെ അക്രൂര കൃതവർമാണവും, അക്രൂരനും കൃതവർമാവും രണ്ടുപേരും ഈ ശതധന്വാവിന്റെ കൂട്ടുകാരാണ്. അപ്പോൾ ആ ശതധന്വാവിനോട് ചെന്ന് കസ്മാത് മണിഹീന ഗൃഹ്യത്തെ എന്ന് ശതധന്വാനം ഊചതുഹു. ശതധന്വാവിനോട് ചെന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു. ഊചതു എന്നുള്ളത് രണ്ടുപേരെ സൂചിപ്പിക്കുന്നു. ഒരാളായിരുന്നെങ്കിൽ ഉവാച, 3 പേരുണ്ടായിരുന്നെങ്കിൽ ഊചു. ഊചതു, ദ്വൗ ഊചതു. ആരാണ് ഈ 2 പേർ? അക്രൂര കൃതവർമാണൗ, അക്രൂരശ്ച കൃതവർമാച. അപ്പൊ എന്താ ചോദിച്ചത് ഇയാളോട് ചെന്നിട്ട്? മണിക്കസ്മാന്ന് ഗൃഹ്യത്തെ, ഏതായാലും നിനക്ക് വാഗ്ദാനം ചെയ്തിരുന്ന കന്യകയായ സത്യഭാമ നിനക്ക് നഷ്ടപ്പെട്ടു, ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് കൃഷ്ണന് പോയി കഴിഞ്ഞു. അപ്പൊ അതിന് നീ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ഈടാക്കേണ്ടതാണ്. അതിന് സെമന്തകമണിയാണ് ഇയാളുടെ ഇന്ന് സത്രാജിത്തിന്റെ ഇന്ന് നീ തട്ടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും നിനക്ക് ആ സെമന്തകം സ്വാധീനപ്പെടുത്താനുള്ള അവസരമാണ്. അതിന് ശ്രമിക്കാത്തത് എന്താ എന്ന് ഇവർ 2 പേരും കൂടി ചെന്ന് ചോദിച്ചു. കൂട്ടുകാര് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. നിരാശനായിരിക്കുന്ന ശതധന്വാവിനെ പ്രേരിപ്പിച്ചു. തുടർന്ന് യോസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യ നഃ
കൃഷ്ണായാദാന്ന സത്രാജിത് കസ്മാത് ഭ്രാതരം അന്വിയാത് യോസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യ നഃ കൃഷ്ണായാദാന്ന സത്രാജിത് കസ്മാത് ഭ്രാതരമന്വിയാത്. അപ്പോ യഹ ഏതൊരു സത്രാജിത്താണോ, യഹ സത്രാജിത് കന്യാരത്നം അസ്മഭ്യം സംപ്രതിശ്രുത്യ, കന്യാരത്നമായ സത്യഭാമയെ അസ്മഭ്യം നമുക്ക് സംപ്രതിശ്രുത്യ, പ്രതിശ്രുതി എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, സംപ്രതിശ്രുത്യ സമ്യക് പ്രതിശ്രുത്യ, നന്നായി വാഗ്ദാനം ചെയ്തിട്ട്, കല്യാണ നിശ്ചയം ചെയ്തിട്ട്. അപ്പൊ കല്യാണ നിശ്ചയത്തില് കാരണവരുടെ സ്ഥാനത്തൊക്കെ ആയിരിക്കും അക്രൂരൻ നിന്നിട്ടുണ്ടാവുക. ഇവർ തമ്മിൽ അല്ലെ, സതതന്വാവും സത്രാജിത്തും തമ്മിലുള്ളതായിട്ടുള്ള ആ ഒരു നിശ്ചയം നടത്തുമ്പോൾ യാദവ പ്രമുഖനായിട്ടുള്ള സത്രാജിത്ത്, മറ്റ് കൃതവർമാവ്, ഇവരൊക്കെ മധ്യസ്ഥം വഹിച്ചവരായിരിക്കും. അവർക്ക് ക്ഷീണമായില്ലേ? ചിലപ്പോൾ ശതതന്വാവ് ഇവരോട് ചെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ അന്ന് സാക്ഷികളല്ലേ, നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലല്ലേ ഈ വിവാഹ നിശ്ചയം നടന്നത്, അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ഇതിനെ ചോദ്യം ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ ഇതിന് എന്ന് പ്രമുഖരായിട്ടുള്ള യാദവന്മാരായ മറ്റേ അക്രൂരനോടും കൃതവർമാവിനോടും ഇദ്ദേഹം ചെന്ന് തട്ടിക്കേറിയിട്ടുണ്ടാവും. ശതതന്വാവ് ചെന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, നിങ്ങളൊക്കെ ഇരിക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സത്രാജിത്ത് ചെയ്ത വാഗ്ദാനം ലംഘിച്ചിരിക്കുകയല്ലേ, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോ അന്നൊക്കെ ഇതുപോലെയുള്ള പൗരപ്രമുഖരാണ് രജിസ്ട്രാർ ഓഫീസ്, പോലീസ് എല്ലാം അല്ലേ. ഇന്നാണെങ്കിൽ നമ്മൾ പോലീസിൽ ചെന്ന് പരാതിപ്പെടും, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചയം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലൊക്കെ നമുക്ക് കേസ് കൊടുക്കാം, സിവിലായും ക്രിമിനലായും ഒക്കെ കൊടുക്കാം. പക്ഷെ അന്ന് പൗരപ്രമുഖരാണ് അതിൽ കാര്യങ്ങൾ നോക്കുക, മധ്യസ്ഥം വഹിക്കുക. അപ്പോ ഇതാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ഉത്തരവാദിത്വം അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാല് കാരണവന്മാര് മാത്രം ചെന്ന് നിശ്ചയിക്കുക ചെയ്യുക. അവിടെ സ്ത്രീകൾ പോലും വിരളമായിട്ടേ പോകാറുള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മുതിർന്ന പെൺകുട്ടിയുടെ അമ്മാവന്മാര്, ഇളയച്ഛൻ, വലിയച്ഛന്മാര്, അച്ഛൻ്റെ സഹോദരന്മാര്, അതുപോലെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു 7 പേര് അല്ലെങ്കിൽ 9 പേര് പരമാവധി ഇത്രയൊക്കെ തന്നെ പോവുള്ളൂ ഒരു വാഹനത്തിൽ പോകാൻ ഉള്ളവർ. അങ്ങനെ പോയിട്ടാണ് കല്യാണം നിശ്ചയിച്ചിരുന്നത്. അവർക്കൊരു വാക്കുണ്ടായിരുന്നു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തുറന്ന് പറയുകയും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ വരൻ്റെ വീട്ടിൽ വെച്ചാണ് പണ്ട് നിശ്ചയം ചെയ്യാറ്. അങ്ങോട്ട് വരനെ ചെന്ന് ചോദിക്കലാണ് അല്ലേ, വധുവിന് വേണ്ടി വരനെ ചെന്ന് ചോദിച്ച് നിശ്ചയം ചെയ്യുകയാണ്, വരിക്കുകയാണ്. അപ്പം എന്തായാലും പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരിടപെടുകയും ചെയ്യും. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിവാഹത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാരണവന്മാർ വന്ന് ചോദിക്കാൻ വരും, എന്താ പ്രശ്നം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ മുമ്പേ തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ വ്യവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഇടപെടുകയും ഒത്തൊരുമിപ്പിക്കാൻ അവർ മുൻകൈ എടുക്കുകയും ചെയ്യും. അവർക്ക് അതിനുള്ള സേ ഉണ്ട്. ഇന്നിപ്പോൾ എന്താ ഉള്ളത്? ഇന്നത്തെ കല്യാണ നിശ്ചയങ്ങൾ കല്യാണത്തെക്കാൾ ഗംഭീരമായിട്ട് കുറെ അട്ടഹാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. എന്തൊക്കെ ധൂർത്താണ്, എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ്. അതും വെറും ക്യാമറാമാന്മാർക്ക് വേണ്ടി കുറെ എന്താ പറയുക, സിനിമ ഷൂട്ടിങ് പോലെ അന്ന് തന്നെ തുടങ്ങും അല്ലേ. നിശ്ചയം ദിവസം തന്നെ ആണും പെണ്ണും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും മടിയിലിരുത്തിയും തലയിലിരുത്തിയും
പാട്ടുപാടിയും നൃത്തം വെച്ചും എന്ന് പറഞ്ഞ പോലെ എല്ലാ അതൊക്കെ വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് കാണിക്കാനും അല്ലെ കൊച്ചു കുട്ടികൾ വരെ കാണാനുള്ള വീഡിയോകളാണ് ഈ കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ സഭ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ നടക്കും. അസഭ്യം. ഇന്ന് അത് വർദ്ധിച്ചു വരികയല്ലേ. അത് കഴിഞ്ഞൊരു ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഷൂട്ടിങ്, സേവ് ദ ഡേറ്റ്. എവിടെയെങ്കിലുമൊക്കെ ഒരു റിസോർട്ടിലോ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലോ ഒക്കെ പോയിട്ട് ക്യാമറാന്മാർ തലകീഴായി നിന്നും മരക്കൊമ്പത്തിലിരുന്നും എന്ന് പറഞ്ഞ മാതിരി പല രീതിയിലൊക്കെ വേഷം കെട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു അവർക്ക് കാശുണ്ടാക്കാൻ, അതിന് മാത്രം ചിലപ്പോൾ ഒരു റീല് പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ലക്ഷക്കണക്കിന് ചെലവാക്കും. ഇതിനൊക്കെ അനുവദിക്കുന്ന അച്ഛനമ്മമാരെ വേണം പറയാൻ. പക്ഷെ എന്താ ചെയ്യുക, ഇപ്പൊ കുട്ടികളാണ് വീട് ഭരിക്കുന്നത്. വളർന്നു വരുന്ന കുട്ടികളാണ് ഇപ്പോൾ വീട് ഭരിക്കുന്നത്. പിന്നെ അവർക്ക് ഉദ്യോഗമൊക്കെ ആയിക്കഴിഞ്ഞാൽ, അവര് വരുമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരാണല്ലോ നിശ്ചയിക്കുന്നത് എല്ലാ കാര്യങ്ങളും. തോന്നിയ വാസം. ഇതൊന്നും എടുത്തു പറയാനുള്ള തൻ്റെ ഇടം കാരണവന്മാർക്ക് ഇല്ലാതായി. കാരണം എന്താ? കാരണവന്മാർക്ക് തന്നെ ഒരു വ്യക്തിത്വമില്ല, മൂല്യങ്ങളില്ല. അവർ തന്നെ എല്ലാവരാലും പരിഹാസ്യരാണ്. അവർ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവർക്കൊരു ക്യാരക്ടർ ഉണ്ടാവണം. ഇന്ന ആള് പറഞ്ഞാൽ കേൾക്കും എന്ന് ആ കുടുംബത്തിലുള്ളവർക്ക് തോന്നണമെങ്കിൽ അതിനൊരു വിലയും നിലയൊക്കെ നട്ടലുള്ള, സ്വഭാവ നൈർമല്യമുള്ള, നിഷ്കളങ്കനായിരിക്കുന്ന, നിഷ്പക്ഷനായിരിക്കുന്ന ഒരു കാരണവന്മാർ വേണം. അതൊന്നും ഇല്ലെന്നേ. അവരും തോന്നിയവാസികളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കല്യാണ നിശ്ചയങ്ങൾ. പിന്നെ ഇപ്പം എന്തൊക്കെയാ പുതിയതായിട്ട് കേരളത്തിൽ വന്നുകൂടിയിരിക്കുന്നത്? നോർത്ത് ഇന്ത്യയിലുള്ള മെഹന്തി, വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന മൈലാഞ്ചി കല്യാണം, അതിന് കുറേ ചെലവ് ദൂർത്ത്. മൊത്തത്തിലൊരു കല്യാണം കഴിയുമ്പോഴേക്കും കോടികൾ ഒരുവിധം പൊടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ചെലവിലേക്കായിക്കൊണ്ട്. ഒരു കാര്യവുമില്ലാതെ വന്നവനൊക്കെ തിന്ന് കുറ്റവും പറഞ്ഞു പോകുന്നല്ലാതെ, പരിഹസിച്ച് പോകുന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു ബെനിഫിറ്റും ഈ ജീവിക്കാൻ പോകുന്ന കുട്ടികൾക്കില്ല. ഈ ജീവിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പം ഈ പൊങ്ങച്ചം കാണിച്ച് പിറ്റേ ദിവസം അടി തുടങ്ങുകയായി. ഈ കാണിച്ച പൊങ്ങച്ചും ഈ ക്യാമറ, ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് ഇതൊന്നും കാണാൻ ഒരു അർത്ഥമില്ലാതെയാവും. കാരണം അവർ തമ്മിൽ അടി തുടങ്ങി. രണ്ടാളും 2 ധ്രുവത്തിലായിരിക്കും, 2 വീടുകളിൽ മാറി താമസിക്കുന്നുണ്ടാവും. പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തുകൊണ്ടൊക്കെ 6 മാസം കഴിയുമ്പോഴേക്കും പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 6 മാസത്തിൽ പിരിയാൻ വേണ്ടിയിട്ടാണോ ഈ കോടികൾ ചെലവാക്കി ഈ ഘോഷമൊക്കെ ചെയ്തത്, ഈ കൊള്ളരുതായ്മകളൊക്കെ ചെയ്തത്? അപ്പൊ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഈ കുട്ടികളുടെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവർക്ക് കൗൺസലിംഗ് കൊടുക്കണം. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ തീരെ ഇല്ലാത്തൊരു സാധനമാണത്. മറ്റു മതസ്ഥർക്കൊക്കെ അവരുടെ മതപാഠശാലകളിൽ നിന്നും അവരുടെ പുരോഹിതന്മാരിൽ നിന്നും നിർബന്ധമായും കൗൺസലിങ്ങിന് വിധേയരായിട്ടേ അവർ വിവാഹം കഴിക്കാൻ സമ്മതിക്കുള്ളൂ. ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ നേരത്തെ ഉണ്ടതല്ല. അവർക്ക് കൗൺസലിംഗ് ക്യാമ്പുകളുണ്ട്. അതിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളിൽ, പള്ളിയിൽ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പുകളിൽ അവർ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അവർക്ക് വിവാഹം നടത്തണമെങ്കിൽ. ഈ ഇന്ന ക്യാമ്പിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് എന്തെങ്കിലും മൂല്യങ്ങൾ, എന്താണ് വിവാഹം, എന്താണ് അവിടെ പോയാൽ സംഭവിക്കാൻ പോകുന്നത്
ഏതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുന്നുണ്ട്, അതിനെ ഏതൊരു പക്വതയോടുകൂടി നേരിടണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. പക്ഷെ ഞങ്ങൾക്കല്ലല്ലോ മക്കളുള്ളത്, ഞങ്ങളല്ലല്ലോ ഇത് നടത്തേണ്ടത്. സന്യാസിമാരായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാര് ഇതിനെക്കുറിച്ച് കാലങ്ങളായി പറയുന്നുണ്ട്. ഇതിന് മുൻകൈ എടുക്കേണ്ടത് അച്ഛനമ്മമാരാണ്, പേരൻസാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, അവരെ പ്രിപ്പയർഡ് ആക്കണം. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഇതുവരെ ജീവിച്ചതുപോലെയല്ല ഇനിയുള്ള ജീവിതം. ഇതുവരെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത രീതിയിൽ ലാളിച്ച് തോന്നിയവാസികളായിട്ട് വളർത്തി, ചോദിച്ചതെല്ലാം കൊടുത്തുകൊണ്ടും എന്തു കൊള്ളരുതായ്മയും സഹിച്ചുകൊണ്ടും അച്ഛനമ്മമാർ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. അതേ രീതിയിൽ ഇനി മറ്റൊരു ഗൃഹത്തിൽ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം നടക്കുമോ? ഇനി താൻ അവിടെ പോയി പ്രതീക്ഷിക്കുന്നത് പോലെ അവർ പെരുമാറുമോ? അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഇല്ലേ? അവരുടേതായിട്ടുള്ള സംസ്കാരമില്ലേ? അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോ അവർ തന്റെ അടിമകളാണോ താൻ നിശ്ചയിച്ച രീതിയിൽ പെരുമാറാൻ? അപ്പൊ ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. എല്ലാ കാര്യത്തിലും ക്ലാസുകൾ കൊടുക്കണം. അവർക്ക് വെറും ദാമ്പത്യ ജീവിതം മാത്രമല്ല, അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അവരുടെ മറ്റ് കുടുംബ പ്ലാനിങ്, കുട്ടികൾ എങ്ങനെയൊക്കെ, ഏതേത് കാലത്തിൽ കുട്ടികൾ വേണം, എത്ര കുട്ടികളാവാം, ആ കുട്ടികളെ വളർത്തേണ്ട അതിനുവേണ്ട പാരന്റിങ്ങിന്റെ കുറെ ഗൈഡ് ലൈൻസ്, ഇതൊക്കെ നേരത്തെ കൊടുക്കണം. അതുപോലെ എന്താ പറയുക, ഹെൽത്തും ഹൈജീനിനെ കുറിച്ചും, ശരീരം എങ്ങനെ ശുദ്ധമാക്കി വെക്കണം എപ്പോഴും, അത് ആണായാലും പെണ്ണായാലും ശരീരം വൃത്തിയായിരുന്നാലേ എന്താ പറയുക പാർട്ട്ണർക്ക് വെറുപ്പ് തോന്നാതിരിക്കുള്ളൂ, എപ്പോഴും ഒരു ആകർഷണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അഴുക്ക് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും പല്ല് തേക്കാതെയും തല പറപറാന്നിട്ടുകൊണ്ടും വൃത്തികെട്ട വേഷങ്ങൾ കെട്ടിക്കൊണ്ട് നടന്നാൽ, കുളിയും ജപവും ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ വൃത്തികേടായിട്ട് നടന്നാൽ പരസ്പരം അകലും. അപ്പോൾ എപ്പോഴും ശൗചം പരിപാലിക്കുന്നതിൻ്റെ ആവശ്യം, അത് ഒരു ധർമ്മമാണ്. പാർട്ട്ണറെ എപ്പോഴും ആകർഷിക്കാനായിക്കൊണ്ടുള്ള രീതിയിൽ വേണം വസ്ത്രധാരണവും അവനവൻ്റെ ശരീരശുദ്ധിയും. അതല്ലെങ്കിൽ വേറെ ആളെ നോക്കി പോകും രണ്ടു കൂട്ടരും, അല്ലേ? അവരെ ആകർഷിക്കാൻ വേണ്ടി വേഷം കെട്ടി അപ്പുറവും പുറമൊക്കെ കോമാളികൾ നിൽപ്പുണ്ട്. ആ വഴിക്ക് ഇവർ അട്രാക്റ്റഡ് ആയിട്ട് പോകും. ഇവിടെയുള്ളത് ഒരു ആകർഷണം ഇല്ലാതാവും. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്താ പറയുക, സെക്സ് എഡ്യൂക്കേഷൻ അത് മസ്റ്റാണ്. ഗൈനക്കോളജി ആ വിവരം കൊടുക്കണം. അവനവൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിക്കൊണ്ട് യോഗ അല്ലെങ്കിൽ അതുപോലെയുള്ള കളരി അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള കായിക അഭ്യാസങ്ങൾ, അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആവാം. രണ്ടുപേരും ഒരുപോലെ അവനവൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ വേണ്ട ഗൈഡൻസ് കൊടുക്കണം. ധനകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. ഇനി ഉദ്യോഗ രംഗത്ത് പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെയാണ് അതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എടുത്തു ചാടാൻ പാടില്ല. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനവൻ്റെ അഹങ്കാരം കൊണ്ട് എടുത്തു ചാടും, ജോലി വേണ്ടാന്ന് വയ്ക്കും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷൻ ഒരിക്കലും ജോലിയില്ലാതിരിക്കരുത്. കാരണം അവൻ്റെ വരുമാന മാർഗമാണ് അവൻ്റെ നട്ടെല്ല്. വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ പുരുഷൻ നട്ടെല്ലില്ലാത്തവനാണ്. ഇതൊക്കെ വേണ്ട പോലെ പഠിപ്പിക്കണം. അപ്പം ഇതിനൊക്കെ പ്രത്യേകം ക്ലാസ്സുകൾ, കൗൺസിലിങ് എല്ലാം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പ്രിപ്പയർഡ് ആവുന്നുള്ളൂ കുട്ടികൾ.
ചിന്തിക്കുക. ഈ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ ജീവിതം നല്ലതാവാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണോ? ആവശ്യമില്ലാത്ത ധൂർത്തും കൊള്ളരുതാത്ത ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നതുമൊക്കെ വേണോ? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ആർക്കാ പ്രയോജനം? അല്ലേ? ക്യാമറാമാന്മാർക്കും സ്റ്റുഡിയോക്കാർക്കും ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ മാത്രമാണോ ഈ കല്യാണം? മണ്ഡപങ്ങളല്ല ഇപ്പോൾ കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉപേക്ഷിച്ചു ആളുകൾ. ഇപ്പോൾ എല്ലാം എന്താ ഹൈടെക് ആയിട്ടുള്ള എന്താ അതിന് പേര്, കൺവെൻഷൻ സെൻറ്റേഴ്സാണ് ഇപ്പോൾ കല്യാണങ്ങൾ ആഘോഷിക്കുന്നത്. വലിയ AC കൺവെൻഷൻ സെൻറ്റേഴ്സ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിട്ട് വലിയ ധൂർത്തിൻ്റെ കേന്ദ്രങ്ങൾ. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്ക് വെച്ച് ആവാം. പക്ഷെ അത് കണ്ടിട്ട് ഇല്ലാത്തവരും അതിനൊപ്പം ശ്രമിക്കുകയാണ്. ഉള്ളവരുടെ മക്കള് വിവാഹം കഴിക്കുന്നത് കണ്ട് അതിൽ പങ്കെടുത്ത ഇല്ലാത്തവരുടെ മക്കൾ അവരുടെ അച്ഛനമ്മമാരോട് ഡിമാൻഡ് ചെയ്യണം, ഇതുപോലെ വേണം. അപ്പം എന്തായി? വിവാഹം കഴിയുന്നതോടുകൂടി കടത്തിൽ മുങ്ങി ഉള്ള വീട് പോലും വേണമെങ്കിൽ വിൽക്കേണ്ടി വരും. വിവാഹം കഴിഞ്ഞിട്ട് വേണം വീട് വിൽക്കാൻ. അതുവരയ്ക്ക് വീടുണ്ട് എന്ന് പറയാൻ വേണ്ടി വീട് വെക്കുകയാണ്. അത് കഴിഞ്ഞ് വീട് വിറ്റ് പെരുവഴിയിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്ത് പോകും. ഇങ്ങനെയുള്ളതാണ് നമ്മൾ ചുറ്റും കാണുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഒട്ടും വിവരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. എന്ന് വിവേകമുണ്ടാവും ഇവർക്കൊക്കെ, എന്ന് നല്ല ചിന്തകളുണ്ടാവും അറിയില്ല. ചിന്തിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, അക്രൂരനൊക്കെ ഇതിൽ സാക്ഷിയായിരിക്കും. വിവാഹ നിശ്ചയ സമയത്ത് സാക്ഷിയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ ചെന്ന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ഇടപെടൂ, എനിക്ക് നീതി വാങ്ങിച്ചു തരൂ എന്ന് ശതധന്വാവിന് ചോദിക്കാം. അതിൽ തെറ്റുകാരൻ ആരാണ്? സത്രാജിത്ത് തന്നെയാണ്. കാരണം സത്രാജിത്ത് തൻ്റെ മകളുടെ സമ്മതം കൂടാതെ, മകൾക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം എങ്കിലും കൃഷ്ണനോടുള്ള ഏതോ ഒരു അവജ്ഞ കൊണ്ട്, മത്സര ബുദ്ധി കൊണ്ട്, താൻ കൃഷ്ണനേക്കാൾ കേമനാണ് എന്നുള്ള വിചാരം കൊണ്ട് തൻ്റെ മകളെ ശതധന്വാവിന് വാഗ്ദാനം ചെയ്തത് സത്രാജിത്തിന്റെ തെറ്റാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ശതധന്വാവ് വെറുതെ ഇരിക്കില്ല. അദ്ദേഹം തനിക്ക് ആരെങ്കിലും സഹായമുണ്ടെങ്കിൽ അവരോട് ചെന്ന് സഹായം അഭ്യർത്ഥിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. യോ അസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യനഃ കൃഷ്ണായ അത് ആത്മസത്രാജിത് കസ്മാത് ഭ്രാതരം അന്വിയാത്. അപ്പോ ഇവർ തമ്മിൽ പറയണം, യഹ സത്രാജിത് കന്യാരത്നം അസ്മഭ്യം സംപ്രതിശ്രുത്യ. ആ കന്യാരത്നമായ സത്യഭാമയെ നമ്മൾക്ക് പ്രതിജ്ഞ ചെയ്തിട്ട്, വാഗ്ദാനം ചെയ്തിട്ട്, നഹ വിഗർഹ്യ നഹ അസ്മാൻ വിഗർഹ്യ, നമ്മളെ നിന്ദിച്ചുകൊണ്ട്, നമ്മളോട് പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാതെ, നമ്മളോടൊരു വാക്കുപോലും പറയാതെ നിന്ദിച്ചുകൊണ്ട്, വിഗർഹ്യ കൃഷ്ണായ അദാത്, കൃഷ്ണനായിക്കൊണ്ട് ദാനം ചെയ്തു. സഹ സത്രാജിത് കസ്മാത് ഭ്രാതരം ന അന്വിയാത്. ആ സത്രാജിത്ത് കസ്മാത് എന്തുകൊണ്ട്, ഭ്രാതരം ന അന്വിയാത്, സഹോദരൻ മരിച്ചതുപോലെ പ്രസേനനെ ന അന്വിയാത്, അനുയാനം ചെയ്തുകൂടാ. അപ്പോ പ്രസേനന്റെ വഴിക്ക് തന്നെ സത്രാജിത്തും പോകേണ്ടവനാണ്, അപരാധിയാണ് എന്ന് ഇവർ തമ്മിൽ ചർച്ച ചെയ്തു. അവൻ ശിക്ഷ അർഹിക്കുന്നു. സത്രാജിത്ത് ചെയ്ത തെറ്റിന് അനുജന്റെ പുറകെ പോകേണ്ടവനല്ലേ? തീർച്ചയായിട്ടും പ്രസേനന്റെ പദവിയെ തന്നെ അവനും പ്രാപിക്കണം എന്ന് അഭിപ്രായ സമന്വയമുണ്ടായി എന്ന് പറയാം. അക്രൂരനും വിധിവശാൽ അതില് പങ്കാളിയാണ്.
അക്രൂരനെ കൊണ്ടും അങ്ങനെ ചിന്തിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഇച്ഛ കൊണ്ട് തന്നെയാണ് നല്ലവനായിട്ടുള്ള അക്രൂരനും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഒക്കെ പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രീ മാരേജ് കൗൺസിലിംഗ് എവിടെ നിന്ന് കിട്ടും? അത് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവര് പ്രൊഫഷണലി സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രം പറയും. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചൊരു പാക്കേജായിട്ട് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഹിന്ദു സംഘടനകൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഇവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു, എറണാകുളം ഭാഗത്തൊക്കെ കരയോഗം, TDM ഹാൾ കരയോഗം, അതുപോലെ SNDPയുടെ ശാഖകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതല്ലെങ്കിൽ ഏത് ജില്ലയിലാണുള്ളത് അവിടെയുള്ള ഏതെങ്കിലും പക്വതയുള്ള സ്വാമിജിമാരെ സമീപിച്ചാൽ അവർ അതിനു വേണ്ട ഗൈഡൻസ് തരും. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ചിദാനന്ദപുരി സ്വാമിജിയെ സമീപിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതും ബാക്കി ആരെയൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഒക്കെ ഗൈഡൻസ് തരും. അതുപോലെ കൊല്ലം, തിരുവനന്തപുരം ഭാഗത്ത് സംബോധാരണ്യത്തിലെ അധ്യാത്മാനന്ദ സ്വാമിജി തന്നെ സ്വയം നല്ലൊരു കൗൺസിലറാണ്. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആളാണ് ഈ കാര്യത്തിൽ. അദ്ദേഹം തന്നെ കുറേ കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്യും. അതുപോലെ എക്സ്പേർട്സ് ആയിട്ടുള്ള പല വിഷയങ്ങളിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടും അദ്ദേഹം ബന്ധപ്പെടുത്തി തരും. അതുപോലെ ഓരോ സ്ഥാനങ്ങളിലും ആരാണ് ആശ്രയിക്കാൻ യോഗ്യരെന്ന് നമ്മൾ കണ്ടെത്തണം. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ക്രിസ്ത്യൻ ഇവരുടേതായിട്ടുള്ള കൗൺസിലിംഗ് സെന്റേഴ്സിലൊക്കെ പോകാവുന്നതാണ്. കൂടുതൽ നമ്മുടെ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവാൻ വേണ്ടി, ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവാൻ വേണ്ടി ആചാര്യന്മാരെ സമീപിക്കാവുന്നതാണ്. അത് അതാത് ദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഇങ്ങനൊരു വലിയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പല സ്പെഷ്യലിസ്റ്റുകളെയും കൂട്ടി, പല ആചാര്യന്മാരെയും കൂട്ടിയിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടാണ് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം, എന്നിട്ടത് തുടർച്ചയായിട്ട് പല ഭാഗത്തും നടത്തണം. പക്ഷേ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വലിയ പ്ലാനൊക്കെ ചെയ്തു വരുമ്പോഴും പാർട്ടിസിപ്പേഷൻ തീരെ ഇല്ലെങ്കിൽ ഇത്രയും ആളുകൾ മെനക്കെടുന്നത് വെറുതെ ആയിപ്പോവും. ഇത്രയും ആചാര്യന്മാരും സ്പെഷ്യലിസ്റ്റുകളും തയ്യാറായി വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളുകളില്ലെങ്കിൽ, വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളുവെങ്കിൽ അതിൻ്റെ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഈ നടത്തുന്ന പരിപാടിയുടെ ചെലവ് മീറ്റ് ചെയ്യണ്ടേ? ഇവരുടെയൊക്കെ സമയം മെനക്കെടുന്നില്ലേ? അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു വാല്യൂ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം. സമൂഹം മുൻകൈ എടുക്കണം. അതിനാണ് ഈ NSS, SNDP പോലെയുള്ള സമൂഹ സംഘടനകൾ, സാമുദായിക സംഘടനകൾ മുൻകൈയെടുത്താൽ അവർക്ക് പല കുറവുകളും ഉണ്ടാവാം. ആ കുറവുകൾ നികത്താൻ ആചാര്യന്മാരെ കൂടി, അറിവുള്ള ആചാര്യന്മാരെ കൂടി കൂട്ടാം. എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണത്. പണ്ട് നിർമ്മലാനന്ദഗിരി മഹാരാജ് ഉണ്ടായിരുന്നു. നല്ലൊരു ആയുർവേദ വൈദ്യനും ഒരു സർവജ്ഞനുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ഭാഷണങ്ങളുടെ ഇടയിൽ, ഇത് വേണം, ഇങ്ങനെയുള്ളത് വേണം എന്ന്. പക്ഷെ അദ്ദേഹത്തെ പോലും വേണ്ട പോലെ ആരും ഉപയോഗിച്ചില്ല.
ചിന്തിക്കൂ. നിങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് പ്രകടിപ്പിച്ചാൽ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും സംഘടിപ്പിക്കാൻ. അല്ലെങ്കിൽ അതിനുള്ള സംഘടനകൾ മുന്നോട്ട് വരട്ടെ. നമുക്ക് റെഗുലറായിട്ട് പലയിടത്തും വേണം. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങാം. അല്ലാതെ വിവാഹം എത്തിയിട്ട് വേണമെന്നില്ല. കാരണം ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാനേ താല്പര്യമില്ലാത്തവരാണ്. ആ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായ്മ മാറ്റിയെടുക്കണം ആദ്യം. അങ്ങനെ വിവാഹം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് അതിൻ്റെ ദീർഘകാലമായിട്ടുള്ള വരും വരായികകൾ. മാത്രമല്ല നമുക്ക് മനുഷ്യ സമൂഹത്തോട് തന്നെയുള്ള ആ ഒരു കടപ്പാട്, കൃതജ്ഞത അതില്ലേ. ഇതെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അതിനാദ്യം വേണം കൗൺസിലിംഗ്. വിവാഹം കഴിക്കണം എന്ന് തോന്നല് പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. അതാരെ തിരഞ്ഞെടുക്കണം അതും കൂടി നമ്മൾ വേണ്ട പോലെ ആദ്യം കൊടുക്കണം. അപ്പോൾ അത് കുട്ടികൾ വളർന്നു വരുന്ന സ്റ്റേജിൽ തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാം എന്താ പറയുക, തെങ്ങിൻ്റെ മണ്ടയിൽ കൊണ്ടുപോയി വളമിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു 16 വയസ്സ് കഴിഞ്ഞാലേ വേണമെങ്കിൽ ആവാം. കാരണം ആ പ്രായത്തിൽ തന്നെ കുട്ടികൾ വേറെ പലരോടും അട്രാക്റ്റഡ് ആയിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ബന്ധങ്ങളൊന്നും വാസ്തവത്തിൽ ദീർഘകാലം നീണ്ടുപോകുന്നതായിരിക്കില്ല. അനാരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. അപ്പം നല്ല ബന്ധങ്ങളിലേക്ക് കുട്ടികൾ ഏർപ്പെടാം. നല്ല തെരഞ്ഞെടുപ്പുകൾ ആയിക്കോട്ടെ. അതിന് അച്ഛനമ്മമാര് അതിൻ്റെ മെറിറ്റുകളെല്ലാം നോക്കി സപ്പോർട്ട് ചെയ്യാം. അതിൽ എന്താ പറയുക, ജാതീയമായിട്ടുള്ള ചിന്തകൾ അകറ്റി ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയുള്ള അവാന്തര ജാതീയമായിട്ടുള്ള ചിന്തകളെ അകറ്റിക്കൊണ്ട് ഇവർ തമ്മിൽ ബാക്കി ഏതെല്ലാം കാര്യത്തിൽ പൊരുത്തമുണ്ട് എന്ന് നോക്കുക. അതാണ് നോക്കേണ്ടത്. കൾച്ചർ പൊരുത്തം ഉണ്ടാവണം. അതിനാണ് നമ്മൾ ജാതി നോക്കുന്നത്. സമാന കൾച്ചറാണെങ്കിൽ അവിടെ ജാതിയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും അത് അവഗണിക്കാവുന്നതാണ്. ഒരേ കൾച്ചർ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണെങ്കിൽ, ഒരേ രീതികളാണ്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സമാനമായിട്ടുള്ളതാണ്, അംഗീകരിക്കാവുന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസം, മറ്റ് ജോലി, കുടുംബത്തിൻ്റെ സംസ്കാരപരമായിട്ടുള്ള നിലവാരങ്ങൾ, ഇതെല്ലാം നോക്കിക്കൊണ്ട് ചേർക്കാവുന്നതാണ്. അവിടെ ജാതി എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ മതി. ഇതാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പറയാനുള്ളത്. നല്ലതേ പറയാറുള്ളൂ. അത് നല്ലോണം ചിന്തിച്ച് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാവണം എന്ന് വിചാരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനും പറയാനും ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. യോസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യനഃ കൃഷ്ണായാദാത് ന സത്രാജിത് കസ്മാത് ഭ്രാതരം അന്വയാത്. ഇപ്പൊ നമ്മളെ നിന്ദിച്ചുകൊണ്ട് കൃഷ്ണായ അദാത്, കൃഷ്ണനായിക്കൊണ്ട് ദാനം ചെയ്തു. ആ സത്രാജിത്ത് കസ്മാത് ഭ്രാതരം ന അന്വയാത്, എന്തുകൊണ്ട് സഹോദരന്റെ പുറകെ പോകാതിരിക്കണം? അതുകൊണ്ട് അവനെയും നമുക്ക് കാലപുരിയിലേക്ക് അയക്കാം എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. ഏവം ഭിന്നമതിസ്താഭ്യാം സത്രാജിതം അസത്തമഃ ശയാനം അവധീത് ലോഭാത് സപാപഃ ക്ഷീണജീവിതഃ. ഏവം ഭിന്നമതിസ്താഭ്യാം സത്രാജിതം അസത്തമഃ ശയാനം അവധീത് ലോഭാത്
സ പാപഃ ക്ഷീണജീവിതഃ ഏവം താഭ്യാം ഭിന്നമതിഃ. ഇപ്രകാരം താഭ്യാം എന്ന് പറഞ്ഞാൽ അക്രൂര കൃതവർമാഭ്യാം, അക്രൂരനാലും കൃതവർമാവിനാലും ഭിന്നമതി. ഭിന്നമതി മതിയിൽ ഇളക്കമുണ്ടാക്കി, ബുദ്ധി ഭിന്നിപ്പിക്കപ്പെട്ട മതിയോടുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കി, വേണ്ടാത്തതൊക്കെ ചിന്തിപ്പിച്ചു. അങ്ങനെ ചിന്തിപ്പിച്ച് അസത്തമഃ പാപഃ, അവൻ സ്വയം അസത്തമനായി, സതതന്വാവ് ദുഷ്ടനായി മാറി, പാപഃ പാപിയായി, പാപം ചെയ്യാൻ തയ്യാറായി, ക്ഷീണജീവിതഃ അവന്റെ ആയുസ് കഴിഞ്ഞു, വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോൾ അവന്റെ ജീവിതം ക്ഷയിച്ചിരിക്കുന്നു, പ്രാണൻ പോവാറായിരിക്കുന്നു. അതുകൊണ്ട് അവൻ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നി. സഹ ലോഭാത്, അങ്ങനെ അവന്റെ ഉള്ളിലുള്ള ലോഭം കൊണ്ട്, ഈ മണി അപഹരിക്കണം എന്നുള്ള ലോഭം അവന്റെ ഉള്ളിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ ശയാനം സത്രാജിതം അവധീത്, ശയിക്കുന്നവനായ സത്രാജിത്തിനെ വധിച്ചു. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സത്രാജിത്തിനെ എങ്ങനെയോ അകത്ത് പ്രവേശിച്ച് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു, വധിച്ചു കളഞ്ഞു. അങ്ങനെ എന്താ പറയുക, സ്വയം അവന് പാപസ്വഭാവമുള്ളവനാണ്, അവന്റെ ജീവിതം നശിക്കാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഉപദേശവും കൂടി കേട്ടപ്പോൾ ഭിന്നമതിയായി, തീരുമാനമായി. അങ്ങനെ അവൻ ഹിംസ ചെയ്യാൻ തയ്യാറായി. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാം അനാഥവത് ഹത്വാ പശൂൻ സൗനികവത് മണിമാഗായ ജഗ്മിവാൻ. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാം അനാഥവത് ഹത്വാ പശൂൻ സൗനികവത് മണിമാഗായ ജഗ്മിവാൻ. അപ്പോ അനാഥവത് വിക്രോശമാനാനാം ക്രന്ദന്തീനാം സ്ത്രീണാം പശൂൻ സൗനികവത് ഹത്വാ മണിം ആദായ ജഗ്മിവാൻ. അപ്പോ ക്രൂരനായ ശതധന്വാവ് ഇദ്ദേഹത്തെ സത്രാജിത്തിനെ വധിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവര് നിലവിളിക്കുന്നുണ്ട്. ഇവനൊരു ഗുണ്ടയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. ആയുധധാരിയായി ശക്തനായിട്ടുള്ള ഈ ശതധന്വാവ് സത്രാജിത്തിനെ കീഴ്പ്പെടുത്തി കൊന്നുകളയായിരിക്കും. ഉറങ്ങുന്നതായിട്ടുള്ള സമയത്ത് പെട്ടെന്ന് ചെന്നു കഴിഞ്ഞാൽ എതിരിടാൻ പറ്റില്ല, പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് സ്ത്രീകളെല്ലാം കരയുകയാണ്. അനാഥവത്, അനാഥകളെപ്പോലെ, വിക്രോശമാനാനാം, നിലവിളിക്കുന്ന, പലതും പറഞ്ഞ് നിലവിളിക്കുന്നവരും, ക്രന്ദന്തീനാം, കരയുന്നവരുമായ സ്ത്രീണാം, സ്ത്രീകളുടെ മുമ്പാകെ വെച്ച് പശൂൻ സൗനികവത് ഹത്വ, പ്രാണികളെ, ഒരു സൗനികൻ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ അല്ലെങ്കിൽ വേടൻ. എന്താ സൂന എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. ഹിംസ ചെയ്യുന്നവൻ സൗനികൻ. സൂന എന്നാൽ ഹിംസ, സൂനം ചെയ്യുന്നവൻ, ഹിംസ ചെയ്യുന്നവൻ വേടനും കശാപ്പുകാരനും. അപ്പൊ ഒരു കശാപ്പുകാരൻ പശുക്കളെ കൊല്ലും പോലെ, അല്ലെങ്കിൽ ഒരു വേടൻ മറ്റു പ്രാണികളെ കൊല്ലും പോലെ, ഒരു എന്താ പറയുക, ലജ്ജയും കൂടാതെ, ഒരു എന്താ പറയുക, സങ്കോചവും കൂടാതെ, ക്രൂരതയോടുകൂടി അദ്ദേഹത്തെ ഹത്വ മണിമാതായ ജഗ്മിവാൻ, മണിയെ എടുത്തുകൊണ്ട് ഗമിച്ചു. ധിക്കാരപൂർവം സത്രാജിത്തിനെ കൊന്ന് ആ സമന്തകമണിയെ അപഹരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഗമിച്ചു എന്നർത്ഥം. കൃഷ്ണനും രാമനും സ്ഥലത്തില്ല, അതാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് കാരണം. ഈ സമയത്ത് സത്യഭാമാച പിതരം ഹതം ഭീക്ഷ്യ ശുചാർപ്പിത വ്യലപത്താദതാദേതി ഹാ ഹതാസ്മീതി മുഹ്യതി. സത്യഭാമാച പിതരം ഹതം വീക്ഷ്യ ശുചാർപ്പിത വ്യലപത്താദതാദേതി ഹാ ഹതാസ്മീതി മുഹ്യതി. ഹതം പിതരം വീക്ഷ്യ, പിതാവ് ഹനിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ട്, തന്റെ അച്ഛനായ സത്രാജിത്ത് കൊല്ലപ്പെട്ടതായിട്ട് കണ്ടിട്ട്, ശുചാർപ്പിത സത്യഭാമാച,
ശുചാർപ്പിത, ദുഃഖത്തിൽ അർപ്പിക്കപ്പെട്ടവളായ, ദുഃഖത്താൽ ബാധിക്കപ്പെട്ടവളായിട്ടുള്ള ആ സത്യഭാമയാകട്ടെ താതാ താതാ ഇതി, അച്ഛാ അച്ഛാ, പിതാവേ പിതാവേ എന്നും, ഹതാസ്മി ഇതി, ഞാൻ നശിച്ചു, ഞാൻ ഹനിക്കപ്പെട്ടവളായി എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട്, മുഹ്യതീ വ്യലപത്, മോഹിക്കുന്നവളായി, മോഹാത്സ്യപ്പെടുന്നവളായി വിലപിച്ചു എന്നർത്ഥം. അച്ഛന്റെ മരണത്തിൽ വളരെയധികം എന്താ പറയുക, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പിതാവേ പിതാവേ എന്നും, ഞാൻ നശിച്ചു, എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്ന മട്ടില് മകൾ കരഞ്ഞു എന്നർത്ഥം, വിലപിച്ചു. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചഖ്യൗ പിതുർവദം. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചഖ്യൗ പിതുർവദം. മൃതം തൈലദ്രോണ്യാം പ്രാസ്യ, മൃതം മരിച്ച ആളെ, തൈലദ്രോണി എന്ന് പറഞ്ഞാൽ എണ്ണത്തോണി, തൈലം എണ്ണ, ദ്രോണി തോണി. അപ്പൊ എണ്ണത്തോണിയില് പ്രാസ്യ നിക്ഷേപിച്ചിട്ട്, അപ്പൊ അച്ഛന്റെ മൃതശരീരം ഒരു എണ്ണത്തോണിയിലിട്ടിട്ട് ഗജസാഹ്വയം ജഗാമ, ഗജസാഹ്വയം ഹസ്തിനപുരം, ജഗാമ ഗമിച്ചു. അപ്പോ സത്യഭാമ നല്ല തൻ്റെ ഇടമുള്ളവളാണ്, സാമർഥ്യമുള്ളവളാണ്, വാഹനങ്ങൾ ഓടിക്കാനൊക്കെ കഴിവുള്ളവളാണ്. ഇനിയിപ്പോൾ സ്വയം വാഹനം ഓടിച്ചു പോയോ അല്ലെങ്കിൽ തേരാളികളെ കൂട്ടിയിട്ടാണെങ്കിലും ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നേരിട്ട് തന്നെ തൻ്റെ ദുഃഖം അറിയിക്കാനായിക്കൊണ്ട് സത്യഭാമ ചെന്നു എന്ന് പറയണതാണ്. ഗജസാഹ്വയം ജഗാമ വിദിതാർത്ഥായ കൃഷ്ണായ പിതുഹു വധം തപ്താ ആചക്യം. വിദിതാർത്ഥായ കൃഷ്ണായ, കൃഷ്ണനെല്ലാം അറിയാം, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അപ്പപ്പോ കൃഷ്ണൻ അറിയാം, സർവാന്തര്യാമിയാണ്. എല്ലാം അറിയുന്നവനായ കൃഷ്ണനോട് പിതുഹു വധം, പിതാവിന്റെ വധത്തെക്കുറിച്ച് തപ്താ, തപിക്കുന്നവളായിട്ട്, ദുഃഖിക്കുന്നവളായിട്ട് ആചക്യൗ, ആഖ്യാനം ചെയ്തു, പറഞ്ഞു കൊടുത്തു, വിസ്തരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ സിംപതൈസ് ചെയ്യും, നന്നായി അഭിനയിക്കും. തദാകർണ്യേശ്വരൗ രാജൻ അനുസൃത്യ നൃലോകതാം അഹോ നഃ പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതുഃ. തദാകർണ്യേശ്വരൗ രാജൻ അനുസൃത്യ നൃലോകതാം അഹോ നഃ പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതുഃ. അല്ലയോ രാജാവേ, ഈശ്വരൗ, ഈശ്വരന്മാരായ രണ്ടുപേരും, രാമകൃഷ്ണന്മാർ രണ്ടുപേരും സമർത്ഥരാണ്. അവര് രണ്ടുപേരും തത് ആകർണ്യ, ഈ വർത്തമാനം കേട്ടിട്ട്, നൃലോകതാം അനുസൃത്യ, നരലോക സ്വഭാവത്തെ അനുസരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരെ പോലെ, പ്രാകൃത മനുഷ്യരെ പോലെ തന്നെ ഈ വർത്തമാനം കേട്ടിട്ട് വിലപിക്കുന്നവരെ പോലെ. അതാണ് അഹോ കഷ്ടം നഹ പരമം ഇതി അസ്രാക്ഷൗ വിലേപതുഃ. അഹോ നഹ പരമം കഷ്ടം, ഇവിടെ പരമം എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു, വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അസ്രാക്ഷൗ, അസ്രം എന്നാൽ കണ്ണുനീര്, അക്ഷം കണ്ണ്, അവ കണ്ണുനീരൊലിക്കുന്ന കണ്ണോടുകൂടിയവരായ രണ്ടുപേർ, അതാണ് അസ്രാക്ഷൗ. കണ്ണുനീരൊലിപ്പിക്കുന്ന രണ്ടുപേരായിട്ട് വിലേപതുഹു, ദ്വൗ അഭി വിലേപതുഹു, രണ്ടുപേരും വിലപിച്ചു, കരയും പോലെയൊക്കെ അഭിനയിച്ചു. അഥവാ ഇനിയിപ്പോൾ ബലരാമസ്വാമി അറിഞ്ഞില്ലെങ്കിലും കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എന്നിട്ടും സങ്കടം അഭിനയിച്ചുകൊണ്ട് ഭാര്യയുടെ ദുഃഖത്തിൽ ഒപ്പം വിലപിച്ചു എന്നർത്ഥം. തദാകർണ്യേശ്വരൗ രാജൻ അനുസൃത്യ നൃലോകതാം അഹോ നഃ പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതുഃ. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യഃ സാഗ്രജഃ പുരം സദധന്വാനമാരേഭേ ഹന്തും ഹർത്തും മണിം തതഃ. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യഃ സാഗ്രജഃ പുരം സദധന്വാനമാരേഭേ ഹന്തും ഹർത്തും മണിം തതഃ. അവിടെ നിന്ന് തസ്മാത്, ഹസ്തിനപുരത്തിൽ നിന്ന്, സഭാര്യഃ സാഗ്രജഃ ഭഗവാൻ,
ഭാര്യയായ സത്യഭാമയോടും അഗ്രജനായ ബലരാമസ്വാമിയോടും കൂടി ഭഗവാൻ പുരമാഗത്യ ദ്വാരകാപുരിയിലേക്ക് തിരിച്ചു വന്നു. വേഗം വന്നു. ശതധന്വാനം ഹന്തും തതഃ മണിം ഹർത്തും ആരേഭേ. തതഃ അവിടെ നിന്ന് ആരംഭിച്ചു. ആരേഭേ എന്തിനാരംഭിച്ചു? ശതധന്വാനം ഹന്തും. ഇതാരാ ചെയ്തത്? നാട്ടുകാർക്കൊക്കെ അറിയാം ശതധന്വാവാണെന്ന്. സ്ത്രീകൾ കണ്ടിട്ടുണ്ട് അല്ലെ, അവർ നിലവിളിച്ചതാണ്. അപ്പൊ ശതധന്വാവിനെ പിടികൂടാനും കൊല്ലാനുമായിട്ടും മണിം ഹർത്തും അവൻ അപഹരിച്ചു കൊണ്ടുപോയ സെമന്തകമണിയെ തിരിച്ച് വീണ്ടെടുക്കാനായിക്കൊണ്ടും ഭഗവാൻ ആരംഭിച്ചു എന്ന് വെച്ചാൽ പ്രയത്നം ആരംഭിച്ചു എന്നർത്ഥം. ഭഗവാൻ അതിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇറങ്ങാൻ പുറപ്പെടുകയാണ്. ശതധന്വാവിനെ പിടിച്ചു കൊല്ലാനും മണിയെ പിടിച്ചെടുക്കാനും തിരിച്ചെടുക്കാനും. സോപി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീതഃ പ്രാണപരീപ്സയാ സാഹായ്യേ കൃതവർമാണം അയാചത സ്വചാബ്രവീത്. അപ്പൊ ഇനി തുടർന്ന് ഈ ശതധന്വാവ് കാര്യം മനസ്സിലാക്കി കൃതവർമാവിനെ സമീപിക്കുന്നതും തനിക്ക് വന്നിട്ടുള്ള ആപത്തിനെ കുറിച്ച് പറയുന്നതും അതിൽ നിന്ന് തന്നെ രക്ഷിക്കണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ്. കൃതവർമാവ് എന്തൊക്കെ മറുപടി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് നിരാശനായി അക്രൂരന്റെ അടുത്തേക്ക് പോകുന്നതും അക്രൂരൻ കൊടുക്കുന്ന മറുപടികളും അവിടുന്നും പിന്നെ നിവൃത്തിയില്ലാതെ ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് ശതധന്വാവ് പോകുന്നതും ഒക്കെ കാണാം. അതൊക്കെ നമുക്ക് കഥ പിന്നീട് കാണാം. ഈ അക്രൂരൻ ഇങ്ങനെ ചെയ്യാമോ, കൃഷ്ണഭക്തനല്ലേ എന്നൊക്കെ ചോദിച്ചാല് ഭഗവാന്റെ ഇച്ഛയാണത്. എന്തിനാ? അക്രൂരന് ഭഗവാനോട് ഭക്തിയുണ്ട്, ജ്ഞാനവുമുണ്ട്. നല്ല ജ്ഞാനമുള്ള ആളാണ്, ഭക്തിയുള്ള ആളാണ്. അത് നമ്മൾ മുമ്പിൽ കണ്ടു. അക്രൂരന്റെ ചരിതം ഭഗവാനെ കാണാനായിട്ട് മറ്റേ വൃന്ദാവനത്തിലേക്ക് പോകുന്നതും തിരിച്ചു വരുമ്പോൾ ഭഗവാനെ തന്നെ പ്രത്യക്ഷമായി കണ്ടതും, അതുപോലെ തന്നെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് പോയപ്പോൾ സൽക്കരിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അക്രൂരനെ കുറിച്ച് ഒരു സംശയവുമില്ല, ആള് യോഗ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് അല്പം അഭിമാനം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. ആ അഭിമാനത്തെ പോക്കാൻ ഭഗവാൻ ചെയ്യുന്ന ലീലയാണിത്. ആ അഭിമാനം തടസ്സമായിരിക്കും ഒരാൾക്ക് മുക്തിക്ക്. ഇപ്പൊ നമ്മൾക്ക് നല്ല ഗുണങ്ങളെല്ലാം ഉണ്ട്, ഭഗവാനിൽ ഭക്തിയുണ്ട്, നല്ല ധർമ്മബോധമുണ്ട്, ആചരണമുണ്ട്. വേണ്ടാത്തതൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ അതിലൊക്കെ അഭിമാനമുണ്ട്. ഞാൻ എന്താ പറയുക, ഭക്തനാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ സദാചാരിയാണ്, ഞാൻ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ്. അത് ദേഹാഭിമാനത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അപ്പൊ ആ അഭിമാനം പോകണമെങ്കിൽ നാണം കെടാൻ എന്തെങ്കിലും വേണം. അപമാനമുണ്ടാകുമ്പോഴേ അഭിമാനം പോകുള്ളൂ. അപ്പൊ അപമാനം കൊണ്ട് അഭിമാനത്തെ തകർത്ത് കളയും ഭഗവാൻ. ഭഗവാൻ തനിക്ക് പ്രിയപ്പെട്ടവരെ തന്നോട് ചേർക്കുന്നത് അവർക്കുള്ള അഭിമാനത്തെ നശിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അക്രൂരന്റെ ഉള്ളില് ഉണ്ടായിരുന്ന അഭിമാനം നശിച്ച് താൻ സ്വയം ഒരു നിന്ദ്യമായ പ്രവൃത്തി ചെയ്തവൻ എന്നൊരു തോന്നൽ കുറച്ചു കാലം ഉണ്ടാവും. പക്ഷേ ഭഗവാൻ അദ്ദേഹത്തെ പിന്നീട് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ ഉയർത്തി ആ കുറ്റബോധവും ഇല്ലാതാക്കി പശ്ചാത്താപവും എല്ലാം കൊണ്ടും ശുദ്ധീകരിച്ച് അദ്ദേഹത്തെ മഹാനാക്കി. അപ്പൊ ഇനി എന്തെങ്കിലും കേമത്തം പറയുമ്പോൾ ആരെങ്കിലും തിരിച്ചു ചോദിക്കാൻ, ഓ പിന്നെ വലിയ കേമത്വമൊന്നും പറയണ്ട, നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് അറിയാം, നീ എന്നത് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരു കുറ്റം ഉണ്ട്. ആ കുറ്റം അക്രൂരന് ഇവിടെ വാസ്തവത്തിൽ ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ വലിയൊരു സഹായമാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അഭിമാനം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് ഈശ്വരന്റെ അനുഗ്രഹമായി പരീക്ഷണമായി കരുതി നമുക്ക് എന്താ പറയുക, ആശ്വസിക്കാം. നമ്മുടെ അഭിമാനത്തെ നമുക്ക് വെടിയാം. കറ നല്ലതാണ് അല്ലേ? ഒരു തീരുമാനത്തിൽ എത്താം. കറ നല്ലതാണ്. ഏതോ ഒരു പരസ്യമില്ലേ സർഫ് എക്സലിന്റെ, കറയുണ്ടായപ്പോൾ കുട്ടികൾ തമ്മിലുള്ള ആ സ്നേഹം വർദ്ധിച്ചു. അതുപോലെ ഇവിടെ ഈ കറ നമ്മുടെ ഉള്ളില് തെറ്റ് ചെയ്തവൻ എന്നുള്ള കറ വരുമ്പോൾ ഞാൻ പൂർണ്ണനല്ല എന്നുള്ള ആ ഒരു വിനയം വരും. അഹങ്കാരം പോയി വിനയം വരും. ആ വിനയം വരാൻ വേണ്ടിയിട്ടാണ് ഈ ലീലകളൊക്കെ, ഭഗവാന്റെ ലീലകൾ. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, കാര്യം മനസ്സിലാക്കിയ. ഓക്കെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം. നാളെ രാവിലെ ഇല്ല, വൈകുന്നേരവും ഉണ്ടാവില്ല. 2 പ്രോഗ്രാമുണ്ട്. രാവിലെ ഒരു ലൈബ്രറി, വേദാന്ത ലൈബ്രറി ഉദ്ഘാടനം. വൈകുന്നേരം ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട്. പോണോ പോണ്ടേന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നോക്കട്ടെ. ഓ, എല്ലാവർക്കും ശുഭരാത്രി. നാരായണ. 31-ാം തീയതി ശനിയാഴ്ച, ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ആശ്രമ വാർഷികവും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യലും എല്ലാവരും ഓർമ്മിക്കുക. പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ വരുന്നവർ, താല്പര്യമുള്ളവർ തലേദിവസം വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ രാവിലെ വരാം. നേരത്തെ അറിയിച്ചാൽ നന്നായിരിക്കും എത്ര പേര് എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അത്രയും പേർക്കുള്ള വ്യവസ്ഥകൾ എല്ലാ കാര്യത്തിലും ചെയ്യാം. മുൻകൂട്ടി അറിയിക്കാം എത്ര പേര് വരുന്നുണ്ട്, ഗ്രൂപ്പായിട്ടോ സിംഗിളായിട്ടോ എങ്ങനെ വേണമെങ്കിലും. ഓ.